മതി. സ്നേഹമുള്ള DCL കൂട്ടുകാരെ, എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ? എത്ര നേരമായി നിന്നെ ഒരുമിച്ചുണ്ണാൻ വിളിക്കുന്നു? ഒന്ന് വന്നിരിക്കൂ മോനെ. എനിക്ക് വേണ്ടത് ഞാൻ എത്ര തവണ പറയുന്നു? എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ. എന്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട്. മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു. ഓ, പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത്. ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം, അതും സമയത്ത് കഴിക്കണം. വീട്ടിലെല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ച് കഴിക്കുകയും വേണം. ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി. ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തു പോയാലും നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത്. മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറി അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല. അവ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അവൻ ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞുകൊണ്ട് വിടുന്നു. ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ്. വയർ പൊത്തിക്കരയുന്ന അവന് വലിയ വയറുവേദന ഉണ്ടായിരുന്നു. അച്ഛന്റെ കൂടെ ആശുപത്രിയിലെത്തി. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി. അരുണിന്റെ പാൻക്രിയാസിന് നീരുണ്ട്, ബയോപ്സിക് വിടണം. അരുണിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റവയവങ്ങളും മലിനമാണത്രേ. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛനും യെസ് സാർ എന്ന് അരുണും പറഞ്ഞു. കളിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിന്റെ അടിമകളായി മാറിയിരുന്നു. വീട്ടിൽ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് എന്നും പരാതിയാണ്. കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന് ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണ്. ഉമാമി എന്ന ജപ്പാൻ വാക്കിന് കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം. തക്കാളി, പനീർ, മട്ടൻ, ചിക്കൻ, മത്സ്യം, കൂൺ, കടൽപ്പായൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ രുചി കൂട്ടാനായി മോണോസോഡിയം ഗ്ലൂറ്റാമേറ്റ് MSG എന്ന അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും. ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും MSGയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട. ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണെന്ന് പറയും പോലെ നാവിൽ വെള്ളം ഉണർത്താൻ അജിനോമോട്ടോയുടെ ഉമാമിക്ക് കഴിവുണ്ട്. നൂഡിൽസ്, ഫ്രൈഡ് ചിക്കൻ, ബർഗർ പാറ്റീസ്, ഫ്രോസൺ മോമോസ്, ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും MSGയും കൃത്രിമ രുചിയും വിഷയമായ നിറങ്ങളുടെ പൊടികളും ആസിഡും എല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട്. ചിപ്സ്, ലേസ്, കുറുക്കുറെ, നാച്ചോസ്, ചീസ് ബോൾസ്, പബ്സ്, പാനിപൂരി മസാലകൾ, പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും MSGയും ചേർക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും കാന്താരിമുളകും ചെണ്ടക്കപ്പയും കാന്താരിമുളകും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലും മനസ്സുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ കേരള നാടിന്റെ തനാതു ഭക്ഷണ ശൈലികളും രുചി കൂട്ടുകൾക്കുമൊക്കെ കുരുമന്തിയുടെ കുരിയിലിട്ട് മൂടുന്നത് ആരാണ്? കൂട്ടുകാരെ, ഭക്ഷണം ഒരു സംസ്കാരമാണ്. ഓരോ നാടിനുമുണ്ട് സ്വതന്ത്രമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം. അതിനാൽ നമുക്ക് വീട്ടിൽ ഭക്ഷണം കഴിച്ചു വളരാം. അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന അച്ഛനമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല. വയറു തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകുള്ളൂ. നമുക്ക് വീട്ടിൽ ഭക്ഷണവും മതി എന്ന് പറയാം. അമ്മക്കറികളുടെ രുചിയും ആവി പാർന്ന ചോറിൽ ഒരു തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരിത്തന്ന ചോറിരുളുകളുടെ അരുളുകളും നമ്മുടെ ആരോഗ്യത്തിന്റെ നിയമാവലിയാകട്ടെ. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.